Hi, hello, welcome to Competitive Cracker. It's me, Vishnu Ashok. നമുക്കറിയാം നമ്മളുടെ നെറ്റ് എക്സാം അല്ലേ, നെറ്റ് കൊമേഴ്സ് എക്സാമിന് വേണ്ടി നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നേടിയെടുക്കാനായിട്ട് പറ്റുന്നില്ല. നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട, നമ്മളുടെ CC നിങ്ങളോടൊപ്പമുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം തരാനായിട്ട് CC റെഡി ആയിട്ടിരിക്കുകയാണ്. നെറ്റിൻ്റെ കൊമേഴ്സ് എക്സാമിന് ഇനിയിപ്പം ജൂണിൽ വരണുണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ ഡിസംബറിൽ വരുന്നുണ്ട്. ഈ എക്സാമുകളെല്ലാം നിങ്ങൾ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞിരിക്കരുത്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക, നല്ല രീതിയിൽ വർക്ക് ചെയ്യുക, നമുക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ പറഞ്ഞു തരാനായിട്ടാണ്. ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യനുകൾ സാധാരണയായിട്ട് വരുന്നതാണ്. നമുക്ക് നോക്കാം. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വിസിൽ ബ്ലോഗിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ്. വിസിൽ ബ്ലോഗിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ വിസിൽ ബ്ലോഗിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ പേരിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് അല്ലേ. വിസിൽ, എന്തിനാണ് വിസിൽ അടിക്കുന്നത്? നമ്മളെ ആളുകളെയൊക്കെ ഒന്ന് എന്ത് ചെയ്യാനായിട്ട്, അലേർട്ട് ആക്കാനായിട്ട് അല്ലേ. അപ്പോൾ അതേ ഒരു കാര്യം തന്നെയാണ് ഈ കമ്പനിയിൽ എന്ത് ചെയ്യുന്നത്, വിസിൽ ബ്ലോഗ് വഴി ചെയ്യുന്നത്. ഈ വിസിൽ ബ്ലോഗേഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഇൻസൈഡ് ആയിട്ടുള്ള ആളുകളാണ്, കമ്പനിക്ക് അകത്തുള്ള ആളുകളാണ്. കമ്പനി എന്തെങ്കിലും രീതിയിലുള്ള മാനിപ്പുലേഷൻസ് ഒക്കെ നടത്തുന്ന സമയത്ത്, മാൻ പ്രാക്ടീസസ് ഒക്കെ നടത്തുന്ന സമയത്ത്, എന്തെങ്കിലും ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടത്തുന്ന സമയത്ത് ഈ വിസിൽ ബ്ലോഗേഴ്സ് എന്ത് ചെയ്യും, ഈ കാര്യങ്ങൾ എന്ത് ചെയ്യും, മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ അതിന് ഹയർ അതോറിറ്റീസിനെയൊക്കെ അറിയിക്കുന്ന ആളുകളാണ് ആരെന്ന് പറയുന്നത്, വിസിൽ ബ്ലോഗേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് നിയമപരമായിട്ട് ഇവരെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, സംരക്ഷിക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ പറയുന്ന ആളുകളെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കമ്പനിയുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കമ്പനി ചെയ്യുന്ന ഇല്ലീഗൽ ആയിട്ടുള്ള മാറ്റേഴ്സ് ഒക്കെ വിളിച്ച് പറയുമ്പോഴത്തേക്കിന് അവർക്ക് എന്തുണ്ട്, വളരെയധികം അവർക്കൊരു പോരായ്മ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവർ ഈ വിസിൽ ബ്ലോഗേഴ്സിനെതിരെ എന്ത് ചെയ്യും, പ്രവർത്തിക്കും. അവരെ നമ്മൾ കേസ് ലോസ് ഒക്കെ പഠിക്കുന്നുണ്ട് അല്ലേ, ലോ പഠിക്കുന്ന സമയത്ത് കേസ് ലോകൾ പഠിക്കാറുണ്ട്. ഈ ആൾക്കാരെ, ഈ വിസിൽ ബ്ലോഗേഴ്സിനെ എന്ത് ചെയ്യാറുണ്ട്, അവരെ കില്ല് ചെയ്യാറൊക്കെ ഉണ്ട് അല്ലേ, അവരെ കൊന്നു കളയാറൊക്കെ ഉണ്ട് ഈ ഇത്തരത്തിൽ ഇൻഫർമേഷൻസ് കൊടുത്തുകൊണ്ട്. അപ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ലോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഏരിയയിൽ പഠിക്കുന്ന വിസിൽ ബ്ലോഗേഴ്സിനെ കുറിച്ച് അല്ലെ വിസിൽ ബ്ലോഗിങ്ങിനെ കുറിച്ചൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. വിസിൽ ബ്ലോഗിംഗ് ഈസ് ദ ആക്ട് റിപ്പോർട്ടിംഗ് ദ ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, കറപ്ഷൻസ്, fraud or unethical practices within the companies to public or authority. അപ്പോൾ എന്താണ് വിസിൽ ബ്ലോഗിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ആക്ട് ഓഫ് റിപ്പോർട്ടിംഗ്. ഇവർ എന്ത് ചെയ്യാണ്, റിപ്പോർട്ട് ചെയ്യാണ്. എന്തെല്ലാം കാര്യങ്ങളാണ്? ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, കറപ്ഷൻസ്, ഫ്രോഡ്, അൺഎത്തിക്കൽ ആയിട്ടുള്ള പ്രാക്ടീസസ് വിത്തിൻ ദ കമ്പനീസ് ടു ദ പബ്ലിക് അതോറിറ്റി. കമ്പനീസ് നടത്തുന്ന ഇല്ലീഗൽ ആയിട്ടുള്ളതും അതുപോലെ കറപ്ഷൻ ആയിട്ടുള്ളതും ഫ്രോഡ് ആയിട്ടുള്ളതും അൺഎത്തിക്കൽ ആയിട്ടുള്ള പ്രാക്ടീസസിനെ പറ്റിയൊക്കെ പബ്ലിക്കിനോടും അതോറിറ്റീസിനോടും ഒക്കെ അറിയിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഏതെന്ന് പറയുന്നത്, വിസിൽ ബ്ലോഗിംഗ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻ. ഒരു സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? വിസിൽ ബ്ലോഗിംഗ് ഈസ് ദ ആക്ട് ഓഫ് റിപ്പോർട്ടിംഗ് ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, കറപ്ഷൻസ്, ഫ്രോഡ്, അൺഎത്തിക്കൽ പ്രാക്ടീസസ് വിത്തിൻ ദ കമ്പനീസ് ടു ദ പബ്ലിക് ഓർ അതോറിറ്റി എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് അത് പിക്ക് ചെയ്തെടുത്തോണം. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓർത്ത് വെക്കുക, ഇല്ലീഗൽ ആയിട്ടുള്ള കറപ്ഷൻ ആയിട്ടുള്ള ഫ്രോഡ് ആയിട്ടുള്ള അൺഎത്തിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ കമ്പനി കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അത് പബ്ലിക്കിനെയും അതോറിറ്റീസിനെയും അറിയിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് വിസിൽ ബ്ലോഗിംഗ് എന്ന് പറയുന്നത്. ദ ടേം വിസിൽ ബ്ലോഗിംഗ് കംസ് ഫ്രം ദ പ്രാക്ടീസസ് ഓഫ് ഇംഗ്ലണ്ട് പോലീസ് ഓഫീസേഴ്സ് ബോബീബ്സ് who used the whistles to alert the publics to wrongdoing. അതായത് ഇത് വന്നേക്കുന്നത്, ഈ ഒരു പേര് വിസിൽ ബ്ലോഗിംഗ് എന്നുള്ള ഒരു പേര് വന്നേക്കുന്നത് എവിടെയാണ്? ഒരു ഇംഗ്ലീഷ് പോലീസ് ഓഫീസറുടെ അടുത്ത് നിന്നാണ്. അദ്ദേഹം പബ്ലിക് എന്തെങ്കിലും രീതിയിലുള്ള വ്രോങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അവരെ അലേർട്ട് ചെയ്യാനായിട്ട് വിസിൽ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഈ വിസിൽ ബ്ലോഗിംഗ് എന്ന് പറയുന്ന ആ ഒരു ടേം വന്നത്. ഇനി ലേറ്റർ അത് നമ്മൾ പോപ്പുലറൈസ് ചെയ്തത് അത് പിന്നീട് നമ്മൾ ഈ ലോയിലേക്ക് ഇത് എത്തിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഓർത്ത് വെക്കുക, വിസിൽ ബ്ലോഗിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലീഗൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രോഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറപ്ഷൻ ആയിട്ടുള്ള അൺഎത്തിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒരു ഓർഗനൈസേഷൻ അല്ലെ ഒരു കമ്പനി കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വിവരങ്ങൾ എന്തിലെത്തിക്കുകയാണ്, പബ്ലിക്കിനെ അല്ലെങ്കിൽ ആരെ എത്തിക്കുകയാണ്, ഹയർ ആയിട്ടുള്ള അതോറിറ്റിയെ എത്തിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, വിസിൽ ബ്ലോഗിംഗ് എന്ന് പറയുന്നത്. ഇത് ഇൻസൈഡേഴ്സ്. അപ്പോൾ എപ്പോഴും ഇൻസൈഡേഴ്സിനല്ലേ പറ്റത്തുള്ളൂ. ഒരു കമ്പനി
കമ്പനിക്കകത്ത് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ ആ കമ്പനിക്കകത്ത് നടക്കുന്ന എന്താണ് ഫ്രോഡുലന്റ് ആയിട്ടുള്ള കമ്പനിക്കകത്ത് നടത്തുന്ന കറപ്ഷനുകൾ, കമ്പനിക്കകത്ത് നടക്കുന്ന ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് ഒക്കെ പബ്ലിക്കിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് മനസ്സിലാവുമോ കമ്പനിക്കകത്ത് നടത്തുന്ന കാര്യങ്ങൾ? ഇല്ല. അപ്പം ഓർത്ത് വെക്കുക, വിസിൽ ബ്ലോഗേഴ്സ് എപ്പോഴും എങ്ങനെയായിരിക്കും? ഇൻസൈഡേഴ്സ് ആയിരിക്കും കേട്ടോ. ഇൻസൈഡേഴ്സ് സച്ച് ആസ് എംപ്ലോയീസ് ആർ യൂഷ്വലി ദ വൺസ് ഹൂ എന്താണ് ബ്ലോ ദ വിസിൽസ്. അപ്പം ഈ വിസിൽസ് ബ്ലോ ചെയ്യുന്ന അല്ലെ വിസിൽ ബ്ലോഗേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും കമ്പനിക്ക് അകത്തുള്ള ആളുകളായിരിക്കും, അവർ എംപ്ലോയീസ് ആയിരിക്കും എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത ഒരു പോയിന്റ് നോക്കുക. അടുത്ത പോയിന്റ് എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് വിസിൽ ബ്ലോഗിംഗ്. വിസിൽ ബ്ലോഗിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? പ്രൊമോട്ട്സ് എ ഹെൽത്തി കോർപ്പറേറ്റ് കൾച്ചർ. ഒരു ഹെൽത്തി ആയിട്ടുള്ള കോർപ്പറേറ്റ് കൾച്ചർ ഡെവലപ്പ് ചെയ്യാനായിട്ട് വിസിൽ ബ്ലോഗിലൂടെ സാധിക്കും. ബിക്കോസ് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? അൺഎത്തിക്കൽ ആയിട്ടുള്ള ബിഹേവിയറുകളെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കറേജ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ എഫക്റ്റീവ് ഇന്റേണൽ കൺട്രോൾ. ഇന്റേണൽ ആയിട്ടുള്ള കൺട്രോൾ, അതായത് എന്താണ്? അൺഹെൽത്തി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, അവിടെ കണ്ടക്ട് ചെയ്യാതെ ഒരു ഇന്റേണൽ ആയിട്ടുള്ള എഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യിക്കാനായിട്ട് വിസിൽ ബ്ലോഗിങ്ങിലൂടെ സാധിക്കും. അതുപോലെ തന്നെ ഇൻക്രീസ് ദ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇൻ കമ്പനി. കമ്പനിയുടെ ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യിക്കാനായിട്ട് പറ്റും. അതുപോലെ എൻഷുവേഴ്സ് ദ എംപ്ലോയീസ് റേസ് ദ കൺസേൺ ത്രൂ ദ പ്രോപ്പർ ചാനൽസ്. അതായത് എന്താണ്? എംപ്ലോയീസിന് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അവരുടെ കൺസേൺസ് അല്ലെങ്കിൽ അവരുടെ എന്താണ് ഇഷ്യൂസ് ഒക്കെ പ്രോപ്പർ ചാനൽ വഴി അറിയിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്താണ്? ഹെൽപ്സ് ഇൻ കൺട്രോളിംഗ് ദ എന്താണ് റോങ് ഡൂയിങ്. ഒരു ഓർഗനൈസേഷന്റെ റോങ് ആയിട്ടുള്ള ഡൂയിങ് അല്ലെ കറപ്ഷനുകൾ, ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? തടയാനായിട്ട് പറ്റും. ഇതൊക്കെ എന്തിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്? ഒരു വിസിൽ ബ്ലോഗിങ്ങിന്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രാധാന്യത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് വിസിൽ ബ്ലോഗിംഗ് കണ്ടക്ടിങ് എ എന്താണ് കമ്പനി, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ വിസിൽ ബ്ലോഗിംഗ് നടത്തുന്നതിന്റെ ഒരു പ്രാധാന്യം എന്തെല്ലാമാണ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുക. അല്ലെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ നോട്ട് ട്രൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ വരുവേ കൃത്യമായി മനസ്സിലാക്കി വെച്ചോണം. ഇനി ടൈപ്സ് ഓഫ് വിസിൽ ബ്ലോഗേഴ്സ്. വിസിൽ ബ്ലോഗേഴ്സ് എത്ര തരത്തിലുള്ളതെന്നുള്ളതാണ്. ആദ്യത്തേതാണ് ഇന്റേണൽ വിസിൽ ബ്ലോഗേഴ്സ്. നമുക്കറിയാം ഈ വിസിൽ ബ്ലോഗിംഗ് നടത്തുന്ന ആളുകൾ അല്ലെ വിസിൽ ബ്ലോഗേഴ്സ് എല്ലാം തന്നെ എന്താണ്? ഇന്റേണൽസ് ആയിരിക്കും, അതായത് ഓർഗനൈസേഷൻ അകത്തുള്ളതാണ്. എക്സ്റ്റേണൽ വിസിൽ ബ്ലോഗേഴ്സ് എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഉണ്ടെങ്കിൽ പോലും അവരും എന്തിൽ തന്നെ ഉള്ളതാണ്? ബിസിനസ്സിനകത്തുള്ള ആളുകൾ തന്നെയാണ്, ഓർഗനൈസേഷനകത്തുള്ള കമ്പനിക്കകത്തുള്ള ആളുകൾ തന്നെയാണ്. ഇവിടെ ഓർത്ത് വെക്കുക, ഇന്റേണൽ വിസിൽ ബ്ലോഗേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് ആർ ദ എംപ്ലോയീസ് വിത്തിൻ ദ കമ്പനി ഹു റിപ്പോർട്ട് ദ മിസ്കണ്ടക്ട് ഓർ റോങ് ഡൂയിങ് ടു എംപ്ലോയീസ് അതർ എംപ്ലോയീസ് ഓർ ഹയർ മാനേജ്മെന്റ്. അതായത് എന്താണ്? ഈ ഒരു ഓർഗനൈസേഷൻ അകത്തുള്ള എംപ്ലോയീസ് തന്നെയാണ് ഏതെന്ന് പറയുന്നത് ഇന്റേണൽ വിസിൽ ബ്ലോഗേഴ്സ് എന്ന് പറയുന്നത്. ഇവർ എന്തെങ്കിലും രീതിയിലുള്ള മിസ്കണ്ടക്ട്സ് ഒക്കെ കമ്പനി കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റോങ് ഡൂയിങ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റ് എംപ്ലോയീസിനെയും ഹയർ ആയിട്ടുള്ള മാനേജ്മെന്റിനെയും അറിയിക്കുന്ന ആളുകളാണ് ഏതെന്ന് പറയുന്നത് ഇന്റേണൽ വിസിൽ ബ്ലോഗേഴ്സ് എന്ന് പറയുന്നത്. ഇന്റേണൽ വിസിൽ ബ്ലോഗേഴ്സ് എന്ന് പറയുന്നത്. ഇനി എക്സ്റ്റേണൽ വിസിൽ ബ്ലോഗേഴ്സ്. എക്സ്റ്റേണൽ വിസിൽ ബ്ലോഗേഴ്സ് എന്ന് പറയുന്നത് ദീസ് വിസിൽ ബ്ലോഗേഴ്സ് റിപ്പോർട്ട് ദ ഇഷ്യൂ ടു ദ പബ്ലിക് ഓർ എക്സ്റ്റേണൽ അതോറിറ്റി. അപ്പോൾ ഓർത്ത് വെക്കുക, പബ്ലിക്കിനെ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള അതോറിറ്റീസിനെ ഇത്തരത്തിലുള്ള മിസ്കണ്ടക്റ്റുകൾ അറിയിക്കുന്ന ആളുകളാണ് എക്സ്റ്റേണൽ വിസിൽ ബ്ലോഗേഴ്സ്. ഇവരും ഓർഗനൈസേഷൻ അകത്തുള്ള എംപ്ലോയീസ് തന്നെയാണ്. ഓർത്ത് വെച്ചോണം, എക്സ്റ്റേണൽ വിസിൽ ബ്ലോഗേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് വിസിൽ ബ്ലോഗേഴ്സ് റിപ്പോർട്ട്സ് ദി ഇഷ്യൂസ്. ഈ ഓർഗനൈസേഷൻ അകത്തുണ്ടാകുന്ന റോങ് ഡൂയിങ് അല്ലെങ്കിൽ മിസ്കണ്ടക്റ്റുകൾ അല്ലെങ്കിൽ കമ്പനി നടത്തുന്ന ഇല്ലീഗൽ ആയിട്ടുള്ള ഫ്രോഡ് ആയിട്ടുള്ള കറപ്ഷൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള പബ്ലിക്സിനെയും എക്സ്റ്റേണൽ ആയിട്ടുള്ള അതോറിറ്റീസിനെയും അറിയിക്കുന്ന ആളുകളാണ് ഏതെന്ന് പറയുന്നത് എക്സ്റ്റേണൽ വിസിൽ ബ്ലോഗേഴ്സ് such as the government agencies or regulatory bodies. അതായത് റെഗുലേറ്ററി ബോഡീസിനെയും അല്ലെങ്കിൽ എന്താണ് ഗവൺമെന്റ് ഏജൻസീസ്, അതായത് പബ്ലിക് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള അതോറിറ്റീസിനെ അറിയിക്കുന്ന ആളുകളാണ് ആരെന്ന് പറയുന്നത് എക്സ്റ്റേണൽ വിസിൽ ബ്ലോഗേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് സൈബർ വിസിൽ ബ്ലോഗേഴ്സ്. എന്താണ് സൈബർ വിസിൽ ബ്ലോഗിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിൽ ബ്ലോഗിംഗ് ഡൺ ത്രൂ ദ ഡിജിറ്റൽ ചാനൽസ്. വിസിൽ ബ്ലോഗിംഗ് ഏതുവഴി ചെയ്യുകയാണ്? ഡിജിറ്റൽ ചാനൽ വഴി ചെയ്യുകയാണെങ്കിൽ സച്ച് റിപ്പോർട്ടിംഗ് ഈസ് എന്താണ് ഒരു അതായത് എന്താണ് സെക്യൂരിറ്റി ബ്രീച്ചസ്, ഹാക്കിംഗ് അല്ലെങ്കിൽ സൈബർ റിലേറ്റഡ് മിസ്കണ്ടക്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വഴി എന്ത് ചെയ്യുകയാണ്? വിസിൽ ബ്ലോഗിംഗ് നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓർത്ത് വെക്കുക, ഡിജിറ്റൽ ചാനൽ വഴി വിസിൽ ബ്ലോഗിംഗ് നടത്തുന്ന ആളുകളാണ് ഏതെന്ന് പറയുന്നത് സൈബർ വിസിൽ ബ്ലോഗിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വിസിൽ ബ്ലോഗിങ്ങിന്റെ പല ടൈപ്പുകളാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്.
കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എന്തൊക്കെയാണ് പറഞ്ഞത്? ഇന്റേണൽ വിസിൽ ബ്ലോഗേഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ വിസിൽ ബ്ലോഗേഴ്സ് ഉണ്ട്, ആൻഡ് ദ സൈബർ വിസിൽ ബ്ലോഗേഴ്സ് ഉണ്ട്. എല്ലാവരും ഇന്റേണൽ ആണ് കേട്ടോ, ഇന്റേണൽ ആയിട്ടുള്ള വ്യക്തികളാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. എക്സ്റ്റേണൽ വിസിൽ ബ്ലോഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള അതോറിറ്റീസ് അല്ലെ പബ്ലിക്കുകൾ. എക്സ്റ്റേണൽ ആയിട്ടുള്ള അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഏതാണ്? ഗവൺമെന്റ് ഏജൻസീസ് അല്ലെങ്കിൽ റെഗുലേറ്ററി ബോഡീസ് ആയിട്ടുള്ള ആളുകളിലേക്ക് എത്തിക്കുകയാണ്, ഈ ഇഷ്യൂസ് എത്തിക്കുകയാണ്. ഗവൺമെന്റ് നമ്മുടെ ഒരു കമ്പനി കണ്ടക്ട് ചെയ്യുന്ന റോങ് ഡൂയിങ് ഒക്കെ എത്തിക്കുന്ന ആളുകളെയാണ് എക്സ്റ്റേണൽ വിസിൽ ബ്ലോഗേഴ്സ് എന്ന് പറയുന്നത്. സൈബർ വിസിൽ ബ്ലോഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യാണ്? ഡിജിറ്റൽ ചാനൽ വഴി എന്ത് ചെയ്യാണ്? വിസിൽ ബ്ലോഗിങ് നടത്തുകയാണ് ചെയ്യുന്നത്. അവരെന്തൊക്കെ ചെയ്യാറുണ്ട്? സെക്യൂരിറ്റി ബ്രീച്ചസ് അല്ലെങ്കിൽ ഹാക്കിങ്ങിലൂടെ അല്ലെങ്കിൽ സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള മിസ്കണ്ടക്ട്സുകളൊക്കെ എന്താണ് കണ്ടെത്തി അത് റിപ്പോർട്ട് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത് നോക്കുക, എന്താണ് പ്രൊട്ടക്ഷൻ ഓഫ് വിസിൽ ബ്ലോഗേഴ്സ്. ഈ വിസിൽ ബ്ലോഗേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അല്ലേ. ഒരു കമ്പനിക്കെതിരെയല്ല ഇവർ ശരിക്കും ചെയ്യുന്ന, കമ്പനി ചെയ്യുന്ന എന്താണ് റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവർ എന്ത് ചെയ്യണം? പബ്ലിക്കിലേക്ക് എത്തിക്കുക, അല്ലെ ഹയർ അതോറിറ്റിയിലേക്ക് എത്തിക്കുക, മറ്റ് എംപ്ലോയീസിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കമ്പനി ഇവർക്കെതിരെ പ്രവർത്തിക്കാനായിട്ട് സാധ്യതയുണ്ട്. കമ്പനിയും അതുപോലെ യൂണിയനും ഒക്കെ പ്രവർത്തിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. സെൻസ് ദ വിസിൽ ബ്ലോഗേഴ്സ് എക്സ്പ്ലോർ ദ റോങ് അല്ലെ എക്സ്പോസ് ചെയ്യുന്നുണ്ട് അല്ലെ, റോങ് ആയിട്ടുള്ള ഡൂയിങ് എന്തൊക്കെയാണെന്നുള്ള അവർ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദേ ക്യാൻ ഫേസ്, അവർ ഒരുപാട് സിറ്റുവേഷനുകൾ ഫേസ് ചെയ്യേണ്ടി വരും. ആരിൽ നിന്നൊക്കെ? മറ്റ് എംപ്ലോയീസിൽ നിന്നുണ്ടായിരിക്കും, യൂണിയനിൽ നിന്നുണ്ടായിരിക്കും, അതുപോലെ തന്നെ എന്താണ് ഈ ഓഫീസിൽ നിന്നുണ്ടായിരിക്കും, അപ്പോൾ ആ കമ്പനിയിൽ നിന്നുണ്ടായിരിക്കും. അത്തരത്തിലുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് അവർ വളരെയധികം ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷനുകൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ദ ഇമ്പോർട്ടൻസ് ദാറ്റ് ദ വിസിൽ ബ്ലോഗേഴ്സ് ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം ദ ഈ വിസിൽ ബ്ലോഗേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യണം. ഇത്തരത്തിലുള്ള ത്രഫ്റ്റിലൂടെ, ഇത്തരത്തിലുള്ള സിറ്റുവേഷനിലൂടെ ഇവരെ റോങ് ആയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഇവരെ പല രീതിയിൽ ത്രട്ടൺ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. അതിനുവേണ്ടി എന്ത് വന്നിട്ടുണ്ട്? ലീഗൽ പ്രൊട്ടക്ഷൻ വന്നിട്ടുണ്ട്. ലീഗൽ ആയിട്ടുള്ള ലെജിസ്ലേഷൻ ഫോർ പ്രൊട്ടക്ടിങ് ദ വിസിൽ ബ്ലോഗേഴ്സ്. എന്തൊക്കെയാണ് വന്നത്? ഇൻ ഇന്ത്യ പ്രൊട്ടക്ഷൻ ഓഫ് വിസിൽ ബ്ലോഗേഴ്സ് ഈസ് ഗവേൺഡ് ബൈ വിസിൽ ബ്ലോഗേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇന്ത്യയിൽ ഗവേൺ ചെയ്തിരിക്കുന്ന ഏതാണ്? ഓർത്തു വെച്ച ഏതാണ്? പബ്ലിക് ഇൻട്രസ്റ്റ് ഡിസ്ക്ലോഷർ ആക്ട് 2002. ഓർത്ത് വെക്കുക, പബ്ലിക് ഇൻട്രസ്റ്റ് ഡിസ്ക്ലോഷർ ആക്ട് 2012, അല്ലെങ്കിൽ എന്താണ് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഫോമേഴ്സ് ആക്ട് 2012 ആണ്. മക്കളെ കറക്റ്റായിട്ട് ഓർത്ത് വെച്ചോണം. എന്താണ്? പബ്ലിക് ഇൻട്രസ്റ്റ് ഡിസ്ക്ലോഷർ ആക്ട് 2002 അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഫോമേഴ്സ് ആക്ട് 2002. ഇത് പ്രകാരം ആരെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്? ആരെയാണ്? ഈ വിസിൽ ബ്ലോഗേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റെക്കമെൻഡഡ് ബൈ ദ ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ റെക്കമെൻഡേഷൻ പ്രകാരം 2002 നിലവിൽ വന്ന പബ്ലിക് ഇൻട്രസ്റ്റ് ഡിസ്ക്ലോഷർ ആക്ട് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഫോമേഴ്സ് ആക്ട് പ്രകാരം വിസിൽ ബ്ലോഗേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലോ പിന്നീട് എന്ത് ചെയ്തു? റീനെയിം ചെയ്തു. എന്തായിട്ട് മാറി? വിസിൽ ബ്ലോഗേഴ്സ് പ്രൊട്ടക്ഷൻ ബില്ലായിട്ട് മാറി. എന്നാണ് 2011 വിസിൽ ബ്ലോഗേഴ്സ് പ്രൊട്ടക്ഷൻ ബില്ല് 2011 ആയി. ഇത് പാസ് ചെയ്ത് ഡിസംബർ 2011 ഇത് എഫക്റ്റിൽ വന്നത്, ഇത് നിലവിൽ വന്നത് എന്നാണ് 9 മെയ് 2014 9 മെയ് 2014 ഇതിൽ നിലവിൽ വന്നത്. ഇത് എന്തിനു വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നത്? എൻഷറിംഗ് ദ ലീഗൽ പ്രൊട്ടക്ഷൻ ഓഫ് വിസിൽ ബ്ലോഗേഴ്സിന് ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വന്നത്. വിസിൽ ബ്ലോഗിങ് എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചോണം. ചെറിയൊരു ടേമാണ്, ചെറിയൊരു ഏരിയ ആണ്, എന്നാലും ക്വസ്റ്റ്യനുകൾ നമുക്ക് എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് ഇത്. ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡ് ദ വിസിൽ ബ്ലോഗിംഗ് ഈസ് ഇൻകറക്റ്റ്? വിസിൽ ബ്ലോഗിനെ സംബന്ധിച്ചിടത്തോളം താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? വിസിൽ ബ്ലോഗിംഗ് സ്ലോലി ഇൻവോൾവ്സ് ദ റിപ്പോർട്ടിംഗ് ദ ഇഷ്യൂസ് ടു എക്സ്റ്റേണൽ അതോറിറ്റീസ് or the public. ഇനി അടുത്തതാണ് വിസിൽ ബ്ലോഗിംഗ് എൻഹാൻസ് ദ കോർപ്പറേറ്റ് അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി. എന്താണ്? ഇന്റേണൽ വിസിൽ ബ്ലോഗിംഗ് ഇൻവോൾവ്സ് ദ റിപ്പോർട്ടിംഗ് ദ മിസ്കണ്ടക്ട് ടു ഹയർ മാനേജ്മെന്റ് വിത്തിൻ ദ സെയിം ഓർഗനൈസേഷൻ. സൈബർ വിസിൽ ബ്ലോഗിംഗ് ഇൻക്ലൂഡ്സ് ദ റിപ്പോർട്ടിംഗ് ഓഫ് ഡിജിറ്റൽ സെക്യൂരിറ്റീസ് ബ്രീച്ചസ് ആൻഡ് സൈബർ റിലേറ്റഡ് മിസ്കണ്ടക്ട്. അപ്പോൾ ഏതാ മക്കളെ ആൻസർ ആയിട്ട് വരുന്നത്? നമുക്ക് നോക്കാം. വിസിൽ ബ്ലോഗിംഗ് എൻഹാൻസ് ദ കോർപ്പറേറ്റ് അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി. ശരിയല്ലേ? ഇന്റേണൽ വിസിൽ ബ്ലോഗിംഗ് ഇൻവോൾവ്സ് ദ റിപ്പോർട്ടിംഗ് ഓഫ് മിസ്കണ്ടക്ട്സ് ടു ഹയർ മാനേജ്മെന്റ് അല്ലേ? ഇന്റേണൽ അല്ലേ? അത് കറക്റ്റ് അല്ലേ? സൈബർ വിസിൽ ബ്ലോഗിംഗ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡ് ദ റിപ്പോർട്ടിംഗ് ഓഫ് ഡിജിറ്റൽ സെക്യൂരിറ്റി അല്ലേ? ഡിജിറ്റൽ സെക്യൂരിറ്റി ബ്രീച്ചസും സൈബർ റിലേറ്റഡ് മിസ്കണ്ടക്റ്റും ഒക്കെ അല്ലേ ഏതിൽ വരുന്നത്? സൈബർ വിസിൽ ബ്ലോഗിംഗ് വരുന്നത്. അപ്പോൾ ആൻസർ ഏതായിരിക്കും മക്കളെ വരുന്നത്? വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് ഇൻകറക്റ്റ് അല്ലേ? ഇൻകറക്റ്റ് ആയിട്ടുള്ള ഏതാണ്? സ്റ്റേറ്റ്മെന്റ് എ ആണ് ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത്. വിസിൽ ബ്ലോഗിംഗ് ക്യാൻ ബി ഇൻവോൾവ്സ് ബോത്ത് ദ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ് അല്ലേ? ഇന്റേണൽ ആയിട്ടുള്ള റിപ്പോർട്ടിംഗും വരുന്നുണ്ട്, എക്സ്റ്റേണൽ ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് വരുന്നുണ്ട്.
ഇൻറ്റേർണൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള എംപ്ലോയീസിനെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഹയർ അതോറിറ്റി അതേ മാനേജ്മെൻറ്റ് തന്നെ ഹയർ അതോറിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. എക്സ്റ്റേണൽ ആയിട്ടുള്ള ഗവൺമെൻറ് ഏജൻസീസിനെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്, എക്സ്റ്റേണൽ ആയിട്ടുള്ള പബ്ലിക്സിനെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ രണ്ടും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം CCയിൽ നമ്മളുടെ ക്ലാസ്സുകൾ ലോങ് ബാച്ചിലേക്കുള്ള ക്ലാസ്സുകൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പം നിങ്ങൾ എന്താണ് ഒരു നമ്മളുടെ വിക്ടറി ബാച്ച് അല്ലേ, നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നെറ്റ് നേടിയെടുക്കണം, നെറ്റ് കൊമേഴ്സ് നേടിയെടുക്കണം, അല്ലെ JRF നേടണം എന്നൊക്കെ ഉദ്ദേശമുള്ള ആളുകളാണെങ്കിൽ, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഓരോ കോൺസെപ്റ്റിനെ പറ്റിയും ഡെപ്ത് ആയിട്ടുള്ള നോളജ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് എത്തുക, നമ്മളിലേക്ക് എത്തുക. നമ്മൾ എല്ലാ കാര്യങ്ങളുമായി PDF നോട്ടുകളിലൂടെയും റെക്കോർഡഡ് ക്ലാസ്സുകളിലൂടെയും ലൈവ് ക്ലാസ്സുകളിലൂടെയും നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പം നമ്മളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനുള്ള എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. നല്ല അധ്യാപകരുടെ പിന്തുണയോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാനും ഉണ്ടാകും നിങ്ങളുടെ കൂടെ ഈ ഒരു നെറ്റ് നേടിയെടുക്കാനുള്ള നിങ്ങളുടെ യാത്രയിൽ. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനായിട്ട് നമുക്ക് തുടങ്ങാം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണുവാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് you.